കെയ്റോയിൽ നിന്നും അലക്സാണ്ട്രിയയിലെ കാറ്റാകോംബിൻ്റെ മുന്നിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഏകദേശം ഉച്ചസമയം ആയിരുന്നു. പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. 150 ഈജിപ്ഷ്യൻ പൗണ്ട് ആയിരുന്നു ടിക്കറ്റ് ചാർജ്. ഭൂമിക്കടിയിൽ നിർമ്മിച്ചിരിക്കുന്ന വിശാലമായ സെമിത്തേരികളാണ് ഇത്തരത്തിൽ കാറ്റാകോംബ് എന്നറിയപ്പെടുന്നത്. 2-ാം നൂറ്റാണ്ട് മുതലാണ് ഈ ഒരു കാറ്റാകോംബ് ഉപയോഗിച്ചു വന്നിരുന്നത്, അതായത് AD 100-200 കാലഘട്ടങ്ങളിൽ. ഇതിൻ്റെ പൂർണ്ണമായ പേര് കാറ്റാകോംബ്സ് ഓഫ് കോം എൽ ഷൊക്കാഫ എന്നാണ്. കോം എൽ ഷൊക്കാഫ എന്നതിൻ്റെ അർത്ഥം ചില്ലുകളുടെ കൂമ്പാരം എന്നാണ്. ഇത് കണ്ടെത്തിയ സമയത്ത് ഇവിടെ പൊട്ടിയ കുപ്പികളുടെയും പാത്രങ്ങളുടെയും ഒരു കൂമ്പാരം ഉണ്ടായിരുന്നു. പണ്ട് കാലങ്ങളിൽ ടോംബ് വിസിറ്റ് ചെയ്തിരുന്നവർ അവർക്ക് കഴിക്കുവാനായി ഭക്ഷണവും വൈനും ഒക്കെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ശവക്കല്ലറയിൽ കൊണ്ടുവന്നിരുന്ന ഇത്തരം പാത്രങ്ങളും ബോട്ടിലുകളും അവർ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിരുന്നില്ല. അതിനു പകരം അവ പൊട്ടിച്ച് ഇവിടെ തന്നെ നിക്ഷേപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ചില്ലുകളുടെ ഒരു കൂമ്പാരം വന്നത്. ഇതിൽ നിന്നാണ് ഇതിന് ഈ ഒരു പേര് കിട്ടിയത്. ഇതിനടുത്ത് നിന്നും ഖനനം ചെയ്തെടുത്ത പുരാവസ്തുക്കളും പ്രതിമകളും കല്ലുകൊണ്ടുള്ള ശവപ്പെട്ടികളുമൊക്കെ ഇവിടെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പാറകൾ വെട്ടി 3 നിലകളായിട്ടാണ് ഈ ഒരു കാറ്റാകോംബ് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ നിലകളിലേക്ക് പോകുവാനായി വൃത്താകൃതിയിലുള്ള സ്റ്റെയർകേസ് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാറ്റാകോംബിനുള്ളിലേക്ക് കടന്ന് ഇവിടെ എന്തൊക്കെയാണുള്ളതെന്ന് കണ്ടു നോക്കാം. കട്ടറുകളോ ഡ്രില്ലിംഗ് മെഷീനുകളോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഭൂമിക്കടിയിൽ കട്ടിയുള്ള കല്ലുകൾ കട്ട് ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു സെമിത്തേരി ഒരു വിസ്മയം തന്നെയാണ്. കേടുപാടുകൾ സംഭവിച്ച തൂണുകളും അതുപോലെ തന്നെ ദുർബലമായ ഏരിയകളുമൊക്കെ ഇത് സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നതിന് മുമ്പായി തന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിട്ടിയ അസ്ഥികൂടത്തിൻ്റെ ഭാഗങ്ങളും എല്ല് കഷ്ണങ്ങളുമൊക്കെ ഇവിടെ ഒരു ചില്ലുപെട്ടിക്കകത്ത് സന്ദർശകർക്ക് കാണാനായി വെച്ചിട്ടുണ്ട്.
താഴത്തെ നിലയിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള സ്റ്റെപ്പാണിത്. അവിടെ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിയിട്ട് വരാം. ഇവിടെ ചെറിയൊരു ഗുഹ കാണാം. ഇവിടെ 2 നിരകളിലായിട്ട് ഒരുപാട് കല്ലറകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ ചില പ്രതിമകളും കൊത്തുപണികളും ചിത്രങ്ങളും ഒക്കെ കാണാം. ഇവയിലെല്ലാം റോമൻ, ഗ്രീക്ക്, ഈജിപ്ഷ്യൻ കൾച്ചറുകളുടെ സ്വാധീനം കാണാം. ഇവിടെയുള്ള ഓരോ കൊത്തുപണികളും ചിത്രങ്ങളുമൊക്കെ പുരാതന കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളും കഥകളുമൊക്കെ പറയുന്നവയാണ്. പ്രാചീന കാലഘട്ടങ്ങളിൽ വളർത്തുമൃഗങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം നൽകിയിരുന്നു എന്നുള്ളത് ഇതുപോലെയുള്ള ഇവരുടെ കൊത്തുപണികളിൽ നിന്നും ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മമ്മിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ സ്റ്റെപ്പ് കയറി മുകളിലത്തെ നിലയിലേക്ക് പോകാം. നേരത്തെ കാണാൻ വിട്ടുപോയ ഒരു ഏരിയ ആണിത്. ഇവിടെ ഒന്ന് കയറി നോക്കാം.
ഇതിനടിയിലായി ചെറിയ തുരങ്കങ്ങളും പ്രത്യേക ചേംബറുകളും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. മറ്റൊരു തുരങ്കത്തിൽ കയറിയപ്പോൾ അത് ചെറുതായി അവിടെ തന്നെ എൻഡ് ചെയ്തു. ഇതിനകത്ത് അത്യാവശ്യം നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി ഇറങ്ങിയുള്ള നടപ്പും കൂടി ആയപ്പോൾ എല്ലാവരും നല്ലപോലെ ക്ഷീണിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലായി. സ്റ്റെപ്പ് കയറി ഞങ്ങൾ കാറ്റാകോംബിന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളെയും കാത്ത് ഡ്രൈവർ കാറ്റാകോംബിന് പുറത്തായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം അലക്സാണ്ട്രിയയിൽ തന്നെയുള്ള പോംബീസ് പില്ലറാണ്. അത് കാണുവാനായി ഞങ്ങൾ യാത്ര തുടർന്നു. ഇതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.